ഫ്രേപ്പിക് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു AI ടൂൾ പരിചയപ്പെടാം. AI ആപ്പ് സ്കെയിലർ. നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി അതുപോലെ റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു AI ടൂളാണ്. മാഗ്നിഫിക് എന്നൊരു AI എഞ്ചിൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഫ്രേപ്പിക് ഇപ്പോൾ അടുത്തായിട്ട് അക്വയർ ചെയ്തിരുന്നു. അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ ഇതിൽ വിസിബിൾ ആയിട്ട് എടുക്കണം. കറൻറ്റ്ലി ഇതൊരു ബീറ്റ വേർഷൻ അല്ലെങ്കിൽ ബീറ്റ മോഡലാണുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പുറത്തിറക്കുമ്പോൾ ചിലപ്പോൾ അത് എൻ്റെതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ളത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമുക്കടെ ഇമേജ് ഒന്ന് അതിൻ്റെ ക്വാളിറ്റി കാണിക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് ഇമേജാണ്. ക്വാളിറ്റി കുറച്ച് കുറവാണ്, കുറച്ചധികം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് കൂട്ടി നോക്കാം. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ ഈ മാഗ്നിഫിക് എന്നുള്ളത് ഇപ്പോൾ വിസിബിൾ ആയിട്ട് എടുക്കുകയാണ്. ബേസിക്കാണ് സെറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 2K മാറ്റി 4K കൊടുക്കുന്നുണ്ട്. അപ്പ് സ്കെയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതൊരു നോയ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി ഒരു എന്താ പെയിൻറ്റ് എഫക്റ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ വളരെ കുറവാണ് കാണിക്കുന്നത്. നമുക്ക് മറ്റേ ബാക്കിയുള്ള ഒരു ഓപ്ഷൻസ് കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് നമുക്ക് ഫോട്ടോ തന്നെ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇട്ട് ഞാൻ അതിൽ വിവിനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്കിവിടെ കാണാൻ പറ്റിയ പ്രോംപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പ് സ്കെയിലോട് കാണാം. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വിവിഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ കിട്ടിയത് നമുക്ക് മാറിയിട്ട് വേറെ ഏതോ ഒരു വീക്കായിട്ടുണ്ട്. ആകെ മാറിയിട്ടുണ്ട്. പക്ഷേ ഷർട്ടും കാര്യങ്ങളൊക്കെ സെയിമാണ്. അതുപോലെ ആ പോസും. പക്ഷെ ആൾ മാറിപ്പോയി. ഇതാരടേ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് നോർമലായിട്ടുള്ള എൻഹാൻസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്നുള്ള കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താങ്ക് യു.